ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആരും മറന്നു കാണാത്ത ഒരു വാർത്തയാണ് ശ്രദ്ധാ വാൾക്കർ. ഈ ശ്രദ്ധാ വാൾക്കറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനു മുമ്പ് അഫ്താബ് അമീൻ എന്ന യുവാവിനെ കുറിച്ച് കൂടി അറിയണം. നമ്മൾ 35 കഷ്ണമായി ഫ്രിഡ്ജിലിരുന്ന തല നിങ്ങൾക്ക് കാണണ്ടേ? ഏതു മാതാപിതാക്കൾക്കാണ് സഹിക്കാൻ സാധിക്കുന്നത് എന്ന് നോക്കുക. ഈ പെൺകുട്ടിയെ ഈ അഫ്താബ് അമീൻ എന്ന് പറയുന്ന യുവാവ് കൊണ്ടുപോയി ലിവിങ് ടുഗദർ തുടരാമെന്ന് പറഞ്ഞു കൊണ്ടുപോയി ഒടുവിൽ 35 കഷ്ണമാക്കി. ഇവരെ ലിവിങ് ടുഗദർ പാർട്ട്ണർ ആയിരുന്നു. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി മുറിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയെ മാത്രമല്ല ലോക ചരിത്രത്തെ തന്നെ ഞെട്ടിച്ച ശ്രദ്ധാ വാക്കർ കൊലക്കേസിലെ പ്രതി അഫ്താബ് പൂനവാല അമീൻ എന്ന വ്യക്തി ഇന്ത്യയിലെ കുപ്രസിദ്ധനായ ഗാങ്സ്റ്റർ ലോറൻസ് ബിഷ്ണോയിയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മുംബൈ പോലീസ് പറഞ്ഞത്. ഇപ്പോൾ ഈ അഫ്താബ് അമീൻ പൂനവാല എന്ന യുവാവ് തിഹാർ ജയിലിലാണ് കഴിയുന്നത്. NCP നേതാവ് ബാബ സിദ്ദീഖിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഈ പൂനവാല ലോറൻസ് ബിഷ്ണോയിയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്ന വിവരം മുംബൈ പോലീസ് വൃത്തങ്ങൾ പുറത്തുവിട്ടത്. നിലവിൽ പൂനവാല തടവിൽ കഴിയുന്ന തിഹാർ ജയിലിൽ പ്രതികൾക്ക് സുരക്ഷ ശക്തമാക്കി. മുംബൈ പോലീസിൽ നിന്ന് ഇക്കാര്യത്തിൽ ഔദ്യോഗിക അറിയിപ്പുകൾ കിട്ടിയിട്ടില്ല എന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. എന്നാൽ വെളിപ്പെടുത്തലിന്റെ ഉത്തരവാദിത്വം ബിഷ്ണോയി സംഘം ഏറ്റെടുത്തിട്ടുണ്ട്. 2022 മെയ് മാസത്തിലായിരുന്നു അഫ്താബ് പൂനവാല 27-കാരിയായ ശ്രദ്ധാ വാക്കറിനോട് ക്രൂരത കാണിച്ചത്. പൂനവാല ശ്രദ്ധയുടെ ശരീരഭാഗങ്ങൾ 20 ദിവസത്തോളം വലിയ ഒരു ഫ്രിഡ്ജ് വാങ്ങി സൂക്ഷിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. 2022 നവംബറിൽ ശ്രദ്ധയുടെ പിതാവ് ആളെ കാണാനില്ല എന്ന് പരാതി നൽകിയതോടുകൂടിയാണ് സംഭവം പുറത്തറിയുന്നത്. എന്നാൽ പ്രതികാരവും സ്പർദ്ധയും മൂലം ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബിഷ്ണോയി സംഘം നിരവധി വ്യക്തികളെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നറിയുന്നു. 1998 കൃഷ്ണമൃഗത്തെ കൊന്നതിന് പ്രതികാരം ചെയ്യാൻ ബിഷ്ണോയി ശ്രമിക്കുന്ന ബോളിവുഡ് സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാനാണ് അവരുടെ പ്രാഥമിക ലക്ഷ്യങ്ങളിലൊന്ന്. ബിഷ്ണോയി സംഘം കൊലപ്പെടുത്തിയ പഞ്ചാബി ഗായകൻ സിദ്ധു മൂസ്വാലയുടെ മാനേജർ ഷഗൻപ്രീത് സിംഗ് ഉൾപ്പെടെയുള്ളവരാണ് ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. നിലവിൽ ഗുരുഗ്രാമത്തിൽ തടവിലായിരിക്കുന്ന ഗുണ്ടാ സംഘം കൗശൽ ചൗധരിയും എതിരാളിയായ ഗുണ്ടാ സംഘം അമിത് ദാഗറും ബിഷ്ണോയിയുടെ റഡാറിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 11 സംസ്ഥാനങ്ങളിലായി 700-ലധികം ഷൂട്ടർമാരുടെ വിപുലമായ ശൃംഖലയുള്ള ബിഷ്ണോയി സംഘത്തെ ദാവൂദ് ഇബ്രാഹിമിന്റെ ക്രിമിനൽ സാമ്രാജ്യത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ലോറൻസ് ബിഷ്ണോയി അഹമ്മദാബാദിലെ സബർമതി ജയിലിൽ തടവിൽ കഴിയുമ്പോൾ സിൻഡിക്കേറ്റിനെ ഇപ്പോൾ നയിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ അൻമോൽ ബിഷ്ണോയിയും മറ്റൊരു കുപ്രസിദ്ധ ഗുണ്ടയായ ഗോൾഡി ബ്രാറും ചേർന്നാണ്. NCP നേതാവും മഹാരാഷ്ട്രയിലെ മുൻ മന്ത്രിയുമായ ബാബ സിദ്ദീഖിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടി ഇപ്പോൾ അറസ്റ്റിലായതായി കേൾക്കുന്നു. ഈ ഗാങ്ങിൽപ്പെട്ട ഫാസിൽക്കയിൽ നിന്ന് പഞ്ചാബ് പോലീസും മഹാരാഷ്ട്ര പോലീസും സംയുക്തമായി നടത്തിയ പ്രത്യേക ഓപ്പറേഷനിലാണ് പ്രതിയെ പിടികൂടിയത്. ഫാസിൽക്ക ജില്ലയിലെ പക്ക ചിഷ്തി സ്വദേശിയായ ആകാശ് ഗിൽ എന്ന 22-കാരനാണ് അറസ്റ്റിലായത്. ഇതോടെ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 22ആയി. ലോറൻസ് ബിഷ്ണോയി സംഘവുമായി ബന്ധമുള്ളയാളാണ് ഗിൽ എന്നും പോലീസ് അറിയിച്ചു. കൊട്ടേഷൻ സംഘത്തിന് ആവശ്യമായ ലോജിസ്റ്റിക് സഹായം നൽകിയ വ്യക്തിയാണ് ആകാശ് ഗിൽ എന്ന് പഞ്ചാബ് DGP ഗൗരവ് യാദവ് വ്യക്തമാക്കി. ബാബ സിദ്ദീഖ് കൊലക്കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾക്കായി ആകാശ് ഗില്ലിനെ മുംബൈ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 66-കാരനായ NCP നേതാവ് ബാബ സിദ്ദീഖിനെ ഒക്ടോബർ 12-നാണ് വെടിവെച്ചു കൊന്നത്. മകൻ സീഷാൻ സിദ്ദീഖിന്റെ മുംബൈയിലുള്ള ഓഫീസിന് പുറത്തുവച്ചായിരുന്നു ആക്രമണം. ഇപ്പോ ചെറിയ ചെറിയ ആളുകളെ അല്ല ബിഷ്ണോയി സംഘം ലക്ഷ്യത്തിൽ കണ്ടിരിക്കുന്നത്. അവരുടെ ഹിറ്റ് ലിസ്റ്റിലും സാധാരണക്കാരല്ല. NCP നേതാവാണല്ലോ ബാബ സിദ്ദീഖ്, മുൻ മന്ത്രി കൂടിയാണ് മഹാരാഷ്ട്രയിലെ. അയാളെ കൊന്നു.
പിന്നെ ആരൊക്കെ കൊന്നു എന്നുള്ള കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല. ഇവരുടെ പുള്ളികളുടെ ലിസ്റ്റിൽ കൂടുതൽ ആളുകൾ ഇടം പിടിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതിലൊന്നാണ് അഫ്താബ് പൂനവാല. ഇപ്പോ ബാബ സിദ്ദീഖിന്റെ കൊലപാതകത്തിന് പിന്നാലെ പിടികൂടിയ ശിവകുമാർ ഗൗതമാണ് ഇക്കാര്യങ്ങൾ പോലീസിനോട് തുറന്ന് സമ്മതിച്ചത്. ശ്രദ്ധാ വാക്കറെ അപായപ്പെടുത്തിയ സംഭവത്തിൽ കാമുകനായ അഫ്താബ് കുറ്റവാളിയാണ് എന്ന് പോലീസ് കണ്ടെത്തി. ഇയാളെ ലക്ഷ്യം വെച്ചിരുന്നതായി ബിഷ്ണോയ് സംഘത്തിലെ ശുഭം ലോങ്കർ തന്നോട് പറഞ്ഞിരുന്നു എന്നാണ് ശിവകുമാറിന്റെ വെളിപ്പെടുത്തൽ. കേസിൽ പിടിക്കപ്പെട്ട അഫ്താബ് നിലവിൽ തിഹാർ ജയിലിലാണ്. 2022 കാമുകിയായ ശ്രദ്ധാ വാക്കർ നമ്മൾ ലിവിംഗ് ടുഗദറിലാണല്ലോ പോകുന്നത്, വിവാഹം കഴിക്കണം എന്ന അഭ്യർത്ഥന അഫ്താബിനോട് സംസാരിച്ചു. അതിൽ കലി പൂണ്ട അഫ്താബാണ് കൊന്ന് 35 കഷ്ണമാക്കി തല ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത്. 18 ദിവസങ്ങൾക്ക് ശേഷമാണ് ഡൽഹിയിലെ വിവിധ ഇടങ്ങളിൽ ഇത് ഉപേക്ഷിച്ചത്. ദിവസവും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ ഫോട്ടോ പങ്കുവച്ചിരുന്ന മകളുടെ ഫോട്ടോ കാണാനില്ല. അങ്ങനെയാണ് പിതാവിന് സംശയം തോന്നിയത്. ആദ്യം തന്നെ മാതാപിതാക്കൾ എതിർത്തിരുന്നു. രണ്ടുപേരും ജോലിയുള്ളവരാണ്, ഒരേ കമ്പനിയിൽ തന്നെയാണ് രണ്ടുപേരും ജോലി ചെയ്യുന്നത്. ഒരു ദിവസം മകളുടെ ചിത്രം കാണാനില്ല, മകള് ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. പിതാവിന് സംശയമായി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. ഇപ്പോൾ തന്നെ ഇത് അന്വേഷിക്കണം, അറിയണം എൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന്. അഫ്താബ് അമീൻ താമസിച്ചിരുന്ന വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിതം ആരംഭിച്ചു. ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തിട്ട് ഫ്ലാറ്റ് കുത്തി തുറന്നു. എല്ലായിടവും നോക്കി എങ്ങും കണ്ടില്ല. മകളുടെ ബാഗ് അവിടെയുണ്ട്, മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, വാച്ച് ഉണ്ട്, ഓർണമെന്റ്സ് ഉണ്ട്, ചെരുപ്പുണ്ട്. എൻ്റെ മകൾ എവിടെ പോയി? അവിചാരിതമായി സെർച്ച് ചെയ്ത പോലീസുകാരിൽ ഒരാൾ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് മകൾ തന്നെ നോക്കിയിരിക്കുന്നത് പോലെ ഫ്രീസറിൽ ഐസായി മകളുടെ തലയിരിക്കുന്നു. എങ്ങനെ മാതാപിതാക്കൾ സഹിക്കും? ഈ അഫ്താബിന്റെ ക്രിമിനൽ സ്വഭാവം അറിഞ്ഞുകൊണ്ടാണ് അഫ്താബുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം എന്ന ആവശ്യം ശ്രദ്ധയുടെ മാതാപിതാക്കൾ ഉന്നയിച്ചത്. എന്നാൽ അഫ്താബ് ശ്രദ്ധയ്ക്കൊപ്പം മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് താമസം മാറ്റി. പിന്നീട് ആ ബന്ധത്തിൽ വിള്ളൽ വന്നതോടുകൂടി ശ്രദ്ധയെ അഫ്താബ് കൊല്ലുന്നതുവരേക്കും. അതിനു മുമ്പ് പല സന്ദർഭത്തിലും ശ്രദ്ധയുടെയും അഫ്താബിന്റെയും സുഹൃത്തുക്കളുമായി ഈ വിവരം പങ്കുവച്ചിട്ടുണ്ട്. തന്നെ കൊല്ലുമെന്ന് അഫ്താബ് പറയുന്നുണ്ട്. അപ്പോ ശ്രദ്ധയുടെ ഇന്റിമേറ്റ് സുഹൃത്തായ പെൺകുട്ടി പറഞ്ഞു, വീട്ടിലേക്ക് പോയിക്കോ, എന്നാൽ എൻ്റെ മാതാപിതാക്കളെയും അവൻ കൊല്ലും. പോലീസിന്റെ FIR ഒക്കെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് ഞാൻ തെരഞ്ഞെടുത്ത വഴിയിൽ ഞാൻ മാത്രം പോയാൽ മതിയല്ലോ എന്ന് ശ്രദ്ധ തീരുമാനിച്ചു. ഈ തീരുമാനം അപകടകരമാണ്. ഈ പെൺകുട്ടി നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ പലതും ചെയ്യാമായിരുന്നിരിക്കും. പെൺകുട്ടി പേടിച്ചിരിക്കും, ഞാൻ തെരഞ്ഞെടുത്ത വഴി കാരണം എൻ്റെ മാതാപിതാക്കൾ കൂടി വയസ്സുകാലത്ത് പ്രയാസത്തിലാകരുത് എന്ന് തീരുമാനിച്ചത് കൊണ്ടായിരിക്കും ഇത്തരം അപകടകരമായ തീരുമാനത്തിലേക്ക് പെൺകുട്ടി എത്തിച്ചേർന്നത്.